ഷറഫക്ക, ഇത് 29ാമത് ചലച്ചിത്ര മേളയാണ് നടക്കുന്നത്. അതൊരു ഇൻ്റർനാഷണൽ സിനിമകൾ, അതായത് പല രാജ്യങ്ങളിലുള്ള പല ലാംഗ്വേജിലുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഷറഫക്കയുടെ ഹലോ മമ്മി എന്ന് പറഞ്ഞ പടം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ പ്ലസ് കോമഡിയാണ് ആ പടം വന്നിരിക്കുന്നത്. അത് ഒരു ഹൊററിലേക്ക് ഒരു കോമഡി ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പോൾ അതുപോലെ അന്യഭാഷയിൽ അത് ഒരുപാട് നടക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ അത് എത്രമാത്രം ഇതുപോലുള്ള ചിത്രങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും തോന്നുന്നുണ്ട്? ഫിലിം ഫെസ്റ്റിവൽ ഇതുപോലത്തുള്ള ചിത്രങ്ങൾ, ഹലോ മൂവി ഒരു കൊമേഴ്ഷ്യൽ എല്ലാവരെയും എല്ലാ തരത്തിലുള്ള ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫിലിം ഫെസ്റ്റിവലിൽ നമ്മളങ്ങനെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ എന്നുള്ള രീതിയിലല്ല, കുറച്ചും കൂടി ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിനെ നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് IFFK കുറിച്ച് തോന്നാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല നല്ല സിനിമകൾ കൊണ്ടുവന്ന് കാണാനുള്ള സ്പേസും കൂടി ഉണ്ട്. ഇപ്പോൾ എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോൾ മൂവി പോലുള്ള എല്ലാ പ്ലാറ്റ്ഫോംസും ഉള്ളപ്പോൾ പോലും അതിൻ്റെ അകത്തും ഒരു 1000 സിനിമയുണ്ട്, ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരു 1000 സിനിമയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ല സിനിമ അത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് അത്രയും കുറച്ച് സിനിമകളാക്കി മാറ്റി നമ്മളെ കാണിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ആ ഒരു ചാൻസാണ് IFFKയിൽ കിട്ടുന്നത്. അപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ഫിലിമിൻ്റെ ഒരു കമ്പനേഷൻ ആണ് തോന്നുന്നുണ്ടോ? ഇൻ്റലക്ച്വൽ ഫിലിമുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണോ? ഇൻ്റലക്ച്വൽ ഫിലിമിൻ്റെ കോമ്പിനേഷൻ ഇവിടെ എന്തായാലും നമുക്ക് നരസിംഹോ അല്ലെങ്കിൽ ആറാന്തപുരാനോ ഓടിക്കാൻ പറ്റില്ലല്ലോ ബ്രോ. അതല്ലല്ലോ അതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പോൾ ഈ IFFK ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിൻ്റെ സ്പേസ് ആയിട്ടും അത്തരത്തിൽ സിനിമ സീരിയസ് ആയിട്ട് കാണുന്നവരുടെ സ്പേസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.